ടൂർണമെന്റിൽ കളിച്ചിരുന്ന ദാദയുടെ നേതൃത്വത്തിലുള്ള ടീം അത്രയും മനോഹരമായിട്ടായിരുന്നു കളിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് കൊണ്ട് ഇന്ത്യക്കായി നെടുന്തൂണായ ടൂർണമെന്റ് ആയിരുന്നു അത്. വീരേന്ദ്ര സെവാഗിന്റെ വെടിക്കെട്ട് തുടക്കം അന്ന് ആവോളം ആസ്വദിച്ച ടൂർണമെന്റ് ആയിരുന്നു അത്. അവശ്യ സമയത്ത് സെഞ്ചുറികളുമായി ക്യാപ്റ്റൻസ് നോക്കുകൾ കളിച്ച സൗരവ് ഗാംഗുലിയുടെ ടൂർണമെന്റ് ആയിരുന്നു അത്. മധ്യനിരയിൽ നെടുന്തൂണുകളായി ദ്രാവിഡും യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും ഇങ്ങനെയൊരു ത്രിമൂർത്തികൾ ഉദയം ചെയ്ത ടൂർണമെന്റ് ആയിരുന്നത്. ഇടയ്ക്ക് ഓൾറൗണ്ട് പരിവേഷവുമായി മിന്നിത്തിളങ്ങിയ ദിനേശ് മോംഗിയ, ഹർഭജൻ സിംഗിന്റെ സ്പിൻ മികവ്, ടൂർണമെന്റിലെ ആർക്കും കിടപിടിക്കാൻ പോകുന്ന ബോളിംഗ് ത്രയവുമായി സഹീർ ഖാൻ, ജവഗൽ ശ്രീനാഥ്, ആശിഷ് നെഹ്റ എന്നിവരൊക്കെയും അണിനിരന്ന ആ ഒരു ടൂർണമെന്റ് മൊത്തത്തിൽ ഇന്ത്യ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചതുപോലെയായിരുന്നു ഫൈനൽ വരെ കാര്യങ്ങൾ. ലീഗ് മത്സരത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിയത് ഈ മൈറ്റി ഓസീസ് മാത്രമായിരുന്നു. മറ്റുള്ളവരെ എല്ലാം തോൽപ്പിക്കാമെങ്കിൽ വൈ നോട്ട് ഓസ്ട്രേലിയ, സച്ചിൻ ഇന്ന് കസറും എന്ന രീതിയിലായിരുന്നു ഫൈനലിന് തൊട്ടു മുമ്പ് വരെ കാര്യങ്ങൾ. അന്ന് ടോസ് നേടിയത് ഇന്ത്യയായിരുന്നു. ടോസ് ലഭിച്ചാൽ ആദ്യം ബോളിംഗ് ചെയ്യുക എന്നത് ഫൈനലിന് മുൻപ് തന്നെ ഇന്ത്യൻ ടീം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമായിരുന്നു. 280 താഴെ ഓസ്ട്രേലിയയെ തളക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ചേസ് ചെയ്ത് വിജയിക്കാമെന്നായിരുന്നു അന്ന് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ കണക്കുകൂട്ടൽ. ഗാംഗുലി ടോസ് നേടിയിട്ടും ഓസീസിനെ അങ്ങനെ ആദ്യം ബാറ്റിങ്ങിന് അയക്കുന്നു. എന്നാൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ചതോടെ ഇന്ത്യ മത്സരത്തിൽ ബാക്ക് ഫുട്ടിലാകുന്നു. ആഡം ഗിൽക്രിസ്റ്റ് 48 പന്തിൽ 57 റൺസ് നേടുന്നു. മാത്യു ഹെയ്ഡൻ 54 പന്തിൽ 37 റൺസ് നേടുന്നു. ഇവർ ചേർന്നൊരു മികച്ച തുടക്കമാണ് അന്ന് ഫൈനലിൽ ഓസീസിന് അവർ നൽകുന്നത്. പിന്നാലെ എത്തിയ റിക്കി പോണ്ടിങ്ങിനെ തളക്കാൻ പക്ഷേ ഇന്ത്യക്ക് സാധിച്ചില്ല. 121 പന്തിൽ 4 ഫോറും 8 സിക്സറും സഹിതം 140 റൺസുമായി റിക്കി പോണ്ടിങ് പുറത്താവാതെ നിൽക്കുന്നു. ഡാമിയൻ മാർട്ടിൻ ഉറ്റ ചങ്ങാതിയായി 84 പന്തിൽ 88 റൺസ് നേടി പുറത്താകാതെ പോണ്ടിങ്ങിന് ശക്തമായ പിന്തുണ നൽകുന്നു. ഒരുവിധം ഇന്ത്യൻ ബോളിങ്ങിന്റെ വീര്യമൊക്കെ ഡിഫ്യൂസ് ചെയ്യുന്നത് പോലൊരു ഇന്നിങ്സ് ആയിരുന്നു അന്ന് പോണ്ടിങ്ങിന്റെയും ഡാമിയൻ മാർട്ടിന്റെയും. അന്നത്തെ മാർട്ടിന്റെ ആ ഒരു 88 റൺസിന് സെഞ്ചുറിയുടെ മൂല്യം തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ 39.2 ഓവറിൽ 234 റൺസിന് ഓൾ ഔട്ട് ആകുന്നു. ഓസീസിന് 125 റൺസിന്റെ ചരിത്ര വിജയം. ഇന്ത്യൻ ജനത കണ്ണീരണിഞ്ഞ ദിനം. അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം 300-ന് മുകളിലെ സ്കോറൊക്കെ ഒരുവിധം സേഫ് തന്നെയായിരുന്നു. ആ ഒരു വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസിന് ശേഷം ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യത്തെ രാജ്യമായി ഓസ്ട്രേലിയ മാറുന്നു. അതിന് പോണ്ടിങ്ങിനൊപ്പം അമരക്കാരനായി ഇതേ ഡാമിയൻ മാർട്ടിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡാമിയൻ മാർട്ടിന്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ. സെൻഡിങ് തോട്ട്സ്, പ്രേയേഴ്സ് ആൻഡ് സ്ട്രെങ്ത് ടു ഡാമിയൻ മാർട്ടിൻ ഡ്യൂറിംഗ് ദിസ് ടഫ് ടൈം. വിഷിംഗ് ഹിം കറേജ് ടു ഫൈറ്റ്.